ഐസൺ എല്ലാ കാലത്തും പറയുന്നത് ഇത് മതേതര കേരളമാണ്, സെക്കുലർ സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അതിന് വിരുദ്ധമായിട്ടാണ് വരുന്നത്. നമ്മൾ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ സ്വാമി വിവേകാനന്ദൻ ഈ ഭാരതം മുഴുവൻ സന്ദർശിച്ച് ലോകം തന്നെ ചുറ്റി കണ്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹം കേരളത്തിൽ വന്ന് പറഞ്ഞത് ഇത് ഭ്രാന്താലയം എന്നാണ് പറഞ്ഞത്. ആ സ്വാമി വിവേകാനന്ദനെ പോലെ ഒരാൾ വെറുതെ അങ്ങനെ പറയില്ല. വേറെ ഒരു നാട്ടിൽ വന്ന് അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. കേരളത്തെ അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്. ആ വാക്കിൽ നിന്നും ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയങ്ങളിലൂടെ നമുക്ക് ഓരോ ഘട്ടത്തിലും വെളിവാകുന്നത്. അങ്ങനെ തന്നെയല്ലേ ഐസൺ? അത് ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഭീകരതയുടെ ഒരു സ്വഭാവം ഇവിടെ വീണ്ടും ഇങ്ങനെ വേരൂന്നി വരുന്നത്, അത് വേരൂന്നി വരെയല്ല, പടർന്ന് പന്തലിച്ചൊരു സാഹചര്യമുണ്ട്. അത് വേരൂന്നുക എന്ന് പറഞ്ഞാൽ ചെറുതായി പോകും. അത് വലിയ രീതിയിലുള്ള പ്രശ്നമായി തന്നെ. അത് ഈ ഫെബ്രുവരി 7-ാം തീയതി ഈ ലോറിയിൽ നിന്ന് ഇത്രയും സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുമ്പോൾ അതിൽ ഉള്ളി കയറ്റിയ ഒരു ലോറി എന്നാണ് റെക്കോർഡിലുണ്ടായിരുന്നത്. ഉള്ളി തന്നെയായിരുന്നു മുകളിൽ കിടന്നിരുന്നത്, സവാളയായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ അത് തന്നെ അതിൻ്റെ തെളിവാണ് ഇത് കള്ളക്കടത്താണ്, ഇല്ലീഗലായ കടത്താണെന്നുള്ളത് ഉറപ്പാണ്. ഇതൊക്കെ ഒരു പെരിഷബിൾ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിനൊക്കെ ചെക്കിംഗ് ഒക്കെ വളരെ പരിമിതമാണ്. ഇവിടെയാണ് പ്രശ്നം ഗൗരവമായി വരുന്നത്. കാരണം ഈ ജലാറ്റിൻ എന്ന് പറയുന്നത് അമ്പടിക്കൊക്കെ കുറേ കൂടി കൃത്യമായി ഇതേക്കുറിച്ച് അറിയാൻ സാധിക്കും. അതായത് ജലാറ്റിൻ സ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നത് പാറമടകളിൽ പാറ പൊട്ടിത്തെറിപ്പിക്കാനാണ്. പാറ പൊട്ടിത്തെറിപ്പിച്ച് ഇപ്പോൾ അത് പാറ പൊട്ടിത്തെറിപ്പിക്കേണ്ട കാര്യമില്ല. പാറകളൊക്കെ ഗ്രൈൻഡ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. ആധുനികമായ വലിയ ഷോക്കുകളില്ലാതെ പാറ പൊട്ടിക്കാൻ സാധിക്കുന്ന സാങ്കേതികവിദ്യ ഇപ്പോഴുണ്ട്. അപ്പോൾ ഈ ജലാറ്റിൻ സ്റ്റിക്ക് എന്ന് പറയുന്ന സാധനം തന്നെ ആവശ്യമില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് ചിലവ് കുറവാണ്, പല ലക്ഷ്യങ്ങളും അതുകൊണ്ടുണ്ട്. ആ ജലാറ്റിൻ സ്റ്റിക്കുകൾ ഇത്രയും വലിയൊരു വോളിയാണ് പറയുന്നത്. ഇതിൻ്റെ ഉപയോഗം ഇതാണ് പർപ്പസ്. നൈട്രോഗ്ലിസറിൻ ജലാറ്റിൻ സ്റ്റിക്കുകൾ ഉപയോഗിച്ച് പൊട്ടിത്തെറിപ്പിച്ച് ആ പാറകൾ നമ്മുടെ ആവശ്യങ്ങൾക്ക്, നിർമ്മാണ ആവശ്യങ്ങൾക്ക് പാറ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ എല്ലാ ഇത്തരം സംഭവങ്ങളിലും ഇപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്ത്, അത് ഏതാണ്ട് ഒരു 15 വർഷം മുമ്പ് കൊച്ചിയിൽ ഒരു കണ്ടെയ്നർ സ്പോർട്സ് റൈഫിൾ പിടിച്ചു. 2 കണ്ടെയ്നർ സ്പോർട്സ് റൈഫിൾ പിടിച്ചു. ആ സ്പോർട്സ് റൈഫിൾ എന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സ് ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തോക്കുകൾ പിടിച്ചു. ഈ തോക്കുകൾ പിടിച്ച് കൊണ്ടുപോയി കസ്റ്റംസ് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് അത് പുറത്തു പോയപ്പോഴാണ് ഏതോ ഒരു വിദഗ്ധൻ അതേ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉന്നയിക്കുകയും വീണ്ടും പിടിച്ചെടുക്കുകയും ചെയ്തപ്പോൾ ചെറിയ ചില മാറ്റങ്ങൾ അതിൽ വരുത്തിയാൽ അത് അസോൾട്ട് റൈഫിളായി മാറും. അപ്പോൾ സ്പോർട്സ് റൈഫിൾ എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്നു, അസോൾട്ട് റൈഫിളാക്കി മാറ്റുന്നു. എന്തിനെ? ഇതൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഈ വക സാമഗ്രികളൊക്കെ ഇത്തരത്തിൽ കടത്തിക്കൊണ്ടു പോകുമ്പോൾ സ്വാഭാവികമായും പരിശോധിക്കേണ്ട ഒരു വിഷയമുള്ളത് സെയിൽ ടാക്സ് ചെക്ക് പോസ്റ്റിൽ നിരീക്ഷിക്കപ്പെടേണ്ടതുണ്ട്. എന്താണ് ഇതിനകത്ത്? സെയിൽ ടാക്സ് ഒക്കെ സാധാരണഗതിയിൽ പരിശോധിക്കാറുണ്ട്. ഈ ചെക്ക് പോസ്റ്റുകളിൽ ഇത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഉള്ളി തന്നെയാണോ എന്ന് പരിശോധിക്കുക. അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് ഇതിൻ്റെ വീഴ്ചകൾ നന്നായി തുടങ്ങുന്നുണ്ട്. ഈ ജലാറ്റിൻ സ്റ്റിക്കുകൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? ബോണ്ടഡ് വെയർ ഹൗസിംഗ് സംവിധാനങ്ങളാണ് ഇതൊക്കെ. അതായത് ഈ വെയർ ഹൗസിൽ എന്തൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട അധികാരികൾ അത് പരിശോധിക്കും ഡെയിലി. അത് എക്സൈസ് വെയർ ഹൗസ് ഉണ്ട്. അതായത് ഈ ആയുർവേദ ഉൽപ്പന്നങ്ങളിലൊക്കെ എക്സൈസ് ബോണ്ടഡ് വെയർ ഹൗസുകൾ ഉണ്ടാവും. ആ വെയർ ഹൗസിൽ എല്ലാ ദിവസവും ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ, പരിശോധനയ്ക്ക് അധികാരമുള്ള എക്സൈസ് ഉദ്യോഗസ്ഥൻ ചെന്ന് എത്ര ലിറ്റർ ചാരായമുണ്ട്, എത്ര ലിറ്റർ ഉപയോഗിച്ചു, എത്ര ലിറ്റർ ഇനിയുണ്ട് എന്നൊക്കെ കൃത്യമായി കണക്കെടുക്കും. അതുപോലെ ഈ ജലാറ്റിൻ സ്റ്റിക്കുകൾക്കും അങ്ങനെ കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കണം. ഇവിടെയൊക്കെയാണ് ഈ അഴിമതി നടക്കുകയും അവിടെ ഒരുപാട് പരിപാടികൾ നടക്കുകയും ചെയ്യുന്നത്. ഈ ആയുധങ്ങൾ വരുന്നു എന്നതിനപ്പുറം, കേവലം ഒരു സ്ഫോടനം എന്നതിനപ്പുറം നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തകർക്കുന്ന കള്ളപ്പണത്തിൻ്റെ വിനിമയം ഇതിലുണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലാതെ ബില്ലില്ലാതെ ഇത്രയും തുകയ്ക്ക് ഈ സാധനം വരാനൊന്നും പറ്റില്ല. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സാധാരണഗതിയിലല്ല ഇതിൻ്റെ പോക്ക്. NIA അന്വേഷണം ഇതിനൊപ്പം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് പലതും പുറത്തു വരുന്നത്. ഇനിയും വലിയ സംഭവങ്ങൾ പുറത്തു വരാനുണ്ട്. ഒരു പക്ഷേ ഈ മാഘ മഹോത്സവം മാത്രമായിരിക്കില്ല ലക്ഷ്യമെന്നും എനിക്ക് ബലമായ സംശയമുണ്ട്. അതെ.